ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ് 125 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബ്രേക്ക് ചെക്കപ്പ്, ചോക്ക് കേബിൾ വലിച്ചിട്ട് നിൽക്കുന്നില്ല, അപ്പോൾ അതൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, അതായത് കഴുകണത് ബോഡി അഴിച്ച് കഴുകണത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നല്ല ബ്രേക്ക് കേബിളാണ്, ലൈനറാണ്. നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്കത് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേക്ക് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയറിൻ്റെ ഓയിലായാലും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല, അതിൻ്റെ മാക്സിമം അതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റനസ് ശ്രദ്ധിച്ചോളാം. ഈ സൈഡിലെ ലൈൻ നോക്കണ്ട, ഓൾറെഡി സെൻറ്റർ ഭാഗത്ത് പിടുത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഹബിനകത്ത് കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ലൈനർ ഒരഞ്ഞിട്ട് വന്ന പൊടിയാണ്. ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അപ്പോൾ നിലവിൽ കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. നിലവിൽ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. ഇപ്പോൾ നിലവിൽ കാര്യമായിട്ടുള്ളൊരു പൊട്ടലൊന്നും പറയാനില്ല. ഈ സൈഡിലൊക്കെ ചെറിയൊരു ഗ്രൂ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്കതൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. അപ്പോൾ ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലച്ച് കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അത് ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിൾ, അതിൻ്റെ ഇവിടുത്തെ ലോക്ക് പ്രോപ്പറായിട്ട് ഇവിടുത്തെ ത്രെഡ് പോയേക്കുന്നത് കൊണ്ട് ചോക്ക് വലിച്ചാൽ നിൽക്കില്ല. അപ്പോൾ അത് കേബിൾ മാറ്റിയിടാനേ പറ്റുള്ളൂ, കേബിളൊന്ന് ചേഞ്ച് ചെയ്തിടണം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയൊക്കെ ചെറിയ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടക്കമാണ്. കൈയോടെ നമുക്ക് ആ ഗ്യാസ്കറ്റ് മാറ്റി കളഞ്ഞേക്കാം. പിന്നെ അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. പ്രത്യക്ഷത്തിൽ ഓയിൽ ലീക്കോ പെട്രോൾ ലീക്കോ അതേപോലെ തന്നെ മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ കാർബറേറ്റർ ക്ലീനിങ് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല, പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ടച്ച് ചെയ്യാനേ പോരുത്. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ബോഡി ഇങ്ങനെ ഈ രീതിയിൽ തന്നെ അഴിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ചെളിയൊക്കെ നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ചെളി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചേസിൻ്റെ അവിടെയൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷം കാര്യമായിട്ട് അവിടെയൊക്കെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് വന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രണ്ട് മൺഗാർഡ് ഇവിടുത്തെ ഈ ബ്രാക്കറ്റ് പൊട്ടി കിടക്കാറുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പുതിയതോടെ എടുത്ത് വെച്ചാണ്. ഇതാണ് അതിൻ്റെ പഴയ ബ്രാക്കറ്റ് ഈ സൈഡിൽ നിന്നൊക്കെ ഇവിടുന്ന് പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ കിടന്ന് ഷെയ്ക്ക് ഇളകിക്കൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ അത് പറഞ്ഞ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഈ ബാറ്ററിയുടെ അവിടെ വരുന്ന ക്ലാമ്പും ചെറുതായിട്ട് ലൂസായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക് മെയിൻ സൗണ്ട് കാണിച്ചിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ അത് റെഡി ആയിക്കോളും. പിന്നെ ബ്രേക്ക് പാഡ് സെറ്റ് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ടയറും പുതിയ ടയറാണ്. ഫ്രണ്ട് ഷോക്ക് നിലവിൽ ഇപ്പോൾ ലീക്കേജ് ഒന്നുമില്ല കേട്ടോ, ആക്ഷനൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നും. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടത് 2023 ബാറ്ററിയാണ് വണ്ടി പിരിക്കുന്നത്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.90 വരെ വന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.10. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. വലിയ പഴക്കമുള്ള പ്ലഗല്ല, നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ കൂടെ മാറ്റിയാണ് പ്ലഗാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ കൂട്ടത്തിൽ കൂടെ നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുമ്പോൾ OTPക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ അപ്ഡേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് ആക്കാം, ഏകദേശം നമുക്ക് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും വീഡിയോ സഹിതം വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ.